എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തീയലാണ്. തീയൽ പലതും വെച്ചുണ്ടാക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ഉള്ളിയും മുരിങ്ങയ്ക്കയും കൂടെയുള്ള ഒരു തീയലാണ്. തക്കാളി ഇടും, പുളി അത് കുറച്ച് നമുക്ക് ചേർത്താൽ മതിയല്ലോ, വാളംപുളി. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ഉരുളക്കിഴങ്ങ്, വലിയ 2 ഉരുളക്കിഴങ്ങ്, ചുവന്നുള്ളി, 1/4 കിലോ ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 2 പച്ചമുളക്, ഒരു സവാള ചേർക്കണം. അത്ര ഉള്ളി ഉണ്ടെങ്കിൽ നമുക്കൊരു സവാള കൂടെ ചേർക്കാം, ഒരു വലിയ സവാള. പിന്നെ ഒരു തക്കാളിക്ക, ഒരു മുരിങ്ങയ്ക്ക. ഇതാണ് കഷ്ണങ്ങൾ. പിന്നെ നമുക്ക് വറുത്ത് ചേർക്കാനായിട്ട് ഇതിൻ്റെ അരപ്പ് വേണ്ടേ തീയലിന്. തേങ്ങ, ഇതൊരു വലിയ മുറി തേങ്ങയാണ്. തേങ്ങ, ഒരു 10 മുളക്, വറ്റൽമുളക്. ഞാൻ മുളക് പൊടി ചേർക്കണ്ട, വറ്റൽമുളക് ചേർക്കാറുണ്ട്. കണ്ടു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തീയൽ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കാര്യം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. മല്ലി ഉണ്ടായിരുന്നെങ്കിൽ, കൊത്തമല്ലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചേർത്താനും, പക്ഷെ മല്ലി ഇല്ല, അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിപ്പം മുളക്, ഒരു 10 മുളക്. പിന്നെ ഇതിനകത്തിടാൻ ഒരു 3 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, ഒരു 10-15 കുരുമുളക്, ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇതാണ് വറുത്ത് നമുക്ക് ചേർക്കേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വറുത്ത് കഴിയുമ്പം അതിന് മല്ലിപ്പൊടി ചേർക്കണം, മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇത്രയും. പിന്നെ വാളംപുളി ഇതിന് ചേർക്കാനുള്ളത്. നമ്മളൊരു തക്കാളിക്ക് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് പുളി മതിയല്ലോ. പിന്നെ കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണയോ സൺഫ്ലവറോ നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഓയിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എണ്ണയൊക്കെ ചേർക്കുന്നത്. പിന്നെ ഉപ്പ്, പിന്നെ വെള്ളം. ഇത്രയാണ് സാധനങ്ങൾ. നമുക്കിനി ഒന്ന് വറക്കാം. തീയലിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ, കറിവേപ്പില, കുരുമുളക്, ഉലുവ, ചുവന്നുള്ളി, വറ്റൽമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് എണ്ണയൊന്നും കോരി ഒഴിക്കണ്ട, ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇതാവട്ടെ. പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പരുവത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ മുളകിട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക്. അപ്പോൾ പിന്നെ ഇതിനകത്തുള്ള ചേരുവകളൊക്കെ ആയി. ഇനി നമുക്ക് ഇതൊന്ന്, ഈ പൊടിയുടെ പച്ച ചുവടൊന്ന് മാറി കിട്ടിയാൽ നമുക്ക് താത്ത് വയ്ക്കാം. തീയലിൻ്റെ അരപ്പിനുള്ളത് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോൾ നമുക്ക് ആ നേരത്തിന് നമുക്ക് ഉള്ളി വഴറ്റി ലേശം ഒന്ന് വഴറ്റാം. ഉള്ളി, പച്ചമുളകും സവാളയും എല്ലാം കൂടെ നമുക്കൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റണ്ട, എന്നാലും. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളകുണ്ട് എരിവിന്. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ അനുസരിച്ച് ചേർക്കുക. ലേശം, ഒത്തിരി വേണ്ട. ഇച്ചിരി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി മാത്രം, ഒരുപാടിട്ട് വഴറ്റണ്ട. ഒന്ന് വാടിക്കിട്ടിട്ട് നമുക്ക് മറ്റേ കഷ്ണങ്ങളിട്ട് നമുക്ക് വേവിക്കണം. ഇതൊന്ന് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. ലേശം ഉപ്പും കൂടി ഇതൊന്ന് വാടിക്കോട്ടെ. ഉള്ളി ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു, ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കും
തക്കാളിക്ക പിന്നിട്ട് കൊടുക്കുക. കാര്യം തക്കാളിക്കൊരു പുളിപ്പുള്ളതല്ലേ. ഈ പുളിയംശം ചെന്ന് കഴിയുമ്പം ചിലപ്പം ഇത് വേവാനായിട്ട് ബുദ്ധിമുട്ട്. നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലോ വെക്കുന്നത്. അപ്പം നമുക്ക് തക്കാളിക്ക പിന്നെ ചേർക്കാം. നമുക്ക് ഇന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. ഓൾറെഡി ഉപ്പ് ഞാൻ ഇട്ടതാണ്, എന്നാൽ ഇച്ചിരി ഇട്ടേക്കാം. കഷ്ണത്തെ നമ്മളെ ഉള്ളി വഴറ്റാൻ നേരം ഇച്ചിരി ഇട്ടതാണ്, എന്നാലും കഷ്ണത്തെ ഒന്ന് പിടിച്ചോട്ടെ. ഉള്ളിയും പണ്ട് കാലങ്ങളിൽ തിളച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വേഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നു. പണ്ടത്തെ അമ്മമാരൊക്കെ ഉപ്പൊക്കെ തിളച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർക്കത്തുള്ളൂ. ഇതൊന്ന് വെന്തോട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കട്ടെ വെന്തിട്ടുണ്ടോന്ന്. ഉരുളക്കിഴങ്ങൊക്കെ വളരെ കനം കുറച്ചായിരുന്നു നോക്കുന്നത്. എങ്കിലും നമുക്കിതിൻ്റെ മുകളിലോട്ട് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ വെന്തോട്ടെ. എന്നിട്ട് നമുക്ക് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. നമുക്ക് ഇനി പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പുളി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഇത് കുതിരാൻ വെച്ചിരുന്നു. നമുക്ക് ആ വെള്ളം അങ്ങോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഉള്ളതുകൊണ്ട് അതനുസരിച്ച് മതിയല്ലോ നമുക്ക്. തക്കാളിക്ക് ഒരു വലിയ തക്കാളി ആയിട്ടേക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഞാനിത് തേങ്ങ വറുത്ത ഈ അരപ്പ് ഇത് ഞാൻ വെള്ളമേ ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതാണ്. പക്ഷേ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നേനെ. പക്ഷേ ഇത് ഞാൻ ഒരുപാട് എണ്ണയും ചേർത്തിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് പൊടിയായിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചതാണ്. എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. വെള്ളം ചിലർ ഒരുമാതിരി പൊടിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കും. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ പൊടിച്ചെടുത്തത്. അതാണ് ടേസ്റ്റ്, അതാണ്. നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് തീയൽ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ചിലർക്ക് നന്നായിട്ട് ഗ്രേവി വേണം തീയലിന്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം ഞാൻ ഇത്രയും ഗ്രേവിയിലാണ് വെക്കുന്നത്. തീയലാകുമ്പം തോരൻ പോലെ തിന്നാൻ പറ്റത്തില്ലല്ലോ. അപ്പം നോക്കട്ടെ, ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ വേണം ഉപ്പ്. പുളിയും ഒരു ലേശം കൂടെ വേണം. പുളി പിഴിഞ്ഞത് നന്നായിട്ട് പിഴിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഈ പിഴിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത്. പിന്നെ തക്കാളിക്കായുടെയും കൂടെ ഇറങ്ങുമല്ലോ. നമുക്കിനി ഇതൊന്ന് അടച്ച് തിളക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുളി ഒന്നുകൂടെ നോക്കാം. എല്ലാം പാകത്തിനുണ്ട്. നമുക്കിനി ഒന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. തീയലിന് ഉള്ളിയൊക്കെ എണ്ണയ്ക്കകത്ത് ഒത്തിരി ഇല്ലെങ്കിൽ ലേശം ചേർത്തിട്ടുള്ള, പിന്നെ തേങ്ങ ലേശം എണ്ണ ഒഴിച്ച് വറുത്തതാണ്. അതുകൊണ്ട് ഇത്രയും എണ്ണ മതി. നമുക്ക് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം.
കടുക് പൊട്ടി. പിന്നെ ചുവന്നുള്ളി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, നമ്മൾ അതിനാണ് വഴറ്റുകയും കൂടെ ചെയ്ത പച്ച ഉള്ളിയല്ലല്ലോ, അതുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളി ഇട്ട് കടുക് വറക്കും ചിലര്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന തീയലിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ പലരും പല വിധമാണ് തീയൽ വെക്കുന്നത്. ചിലര് കുരുമുളകൊന്നും ചേർക്കത്തില്ല, ചില ഉലുവായും ചേർക്കത്തില്ല. ഞാനിത് കുരുമുളകും ഉലുവയും നമുക്ക് വയറിന് ഗുണമുള്ള എല്ലാം, നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ചുമന്നുള്ളി നല്ല കൂടുതലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് വെച്ച് നോക്കുക.